നമ്മുടെ ടീമിന്റെ വരുണിന്റെ അതിമനോഹരമായ പ്രകടനങ്ങൾ ഇവിടെ കാണാൻ പറ്റി. ഡൈവിംഗ് കാഷ് ഇപ്പോഴും നിങ്ങൾ നമ്മളെ ഓർക്കുന്നു, നമ്മളുടെ ആ ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു. ചിലപ്പോൾ ഞാൻ ഇമോഷണൽ ആയിപ്പോ. താങ്ക് യു. ആരെങ്കിലും ഒരാൾ മാറ്റ് തൊടുമ്പോൾ എല്ലാവരും കൂടെ ഫുട്ബോളിന് വേണ്ടി സെറ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ക്രിക്കറ്റിന് വേണ്ടി ക്രിക്കറ്റ് മാറ്റ് റോൾ ചെയ്ത് തിരിച്ചല്ലേ? അപ്പൊ എങ്ങനെ അല്ല ബോള് പൊട്ടിയല്ലോ. ഇങ്ങനെ തന്നെ പോട്ടാ. ഇല്ല പറ്റണില്ല, പവർ ഇല്ല. ഇല്ല, സത്യത്തിൽ പവർ ഇല്ല. Yeah, good try. അതിന്റെ മുകളിൽ പൊങ്ങിക്കൊള്ളണം. അപ്പൊ അപ്പോഴേ സിക്സ്. കാരണം ആ ബോൾ നല്ല ട്രാവൽ ചെയ്യും. അതുകൊണ്ടാ ഇത് ഉള്ളതുകൊണ്ട് ട്രാവൽ ചെയ്യില്ല. അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടാ പറഞ്ഞു. അത് മതിയില്ല. വേറെ ഇവിടെയൊക്കെ തട്ടിയാ ഓടാം. ഇവിടെയൊക്കെ തട്ടിയാ ഓടാമേ. ഓടിയെടുക്കാം റൺസ്. ഓടിയെടുക്കാൻ കേട്ടാ. ഒന്നുമില്ല. തട്ടിയാലും ഷോട്ട്. ഓത്രണ്ടല്ലോ. ഫീൽഡിംഗ് സെബേ, ഫീൽഡിംഗ്. അത്രേ ഉള്ളൂ. ഫോർ. എന്താ ഇത്? ഇവനൊക്കെ ആരാ ഓവർ കൊടുത്തത്? വൃത്തിയിട്ടവൻ. ബ്യൂട്ടി ഓർഡറാ. ഓടിക്കോ. 6. സൂപ്പർ. സൂപ്പർ ക്യാച്ച്. നെപ്പോട്ടിസം. കളിക്കളത്തിലെ നെപ്പോട്ടിസം. എല്ലായിടത്തും സപ്പോർട്ട് ചെയ്യാനുള്ള സാർ. 23. ഓ ബോളിംഗ്. സൂപ്പർ ബോളിംഗ്. കീപ്പറിന്റെ കാലിന്റെ വൈഡ്. സെയിം ബോൾ ഇവിടെ. ബോൾ ഈസി. സൂപ്പർ ഫീൽഡിംഗ് സെറ്റപ്പ് പോലെ. Come on guys. എടുത്തവനെ. അവനെ എടുത്തവനെ. Beautiful bowling. How's that? അപ്പുറത്ത്. ഞാൻ അറിയാം. അടിച്ചാ നിന്നെ ഞാൻ വെളിയിലിട്ട് അടിക്കും. അമ്മ സത്യം നോക്കിയോ.
ഞാൻ ക്യാമറമാനാണ്, ഞാൻ പിടിക്കൂല. നല്ല ബോളായിരുന്നു, നല്ല ബോള്. കണ്ണാടി ഒന്ന് മാറ്റി വെച്ച് നോക്കൂ. 4 ബോളല്ലേ? എറിയണ്ട കൈ വെക്ക. ഇപ്പുറത്തെ വിന്നോട്. ഒരു ഓവറുള്ളൂ, ജയിക്കില്ല അമ്മ. ഇല്ല, അടിക്കില്ല അമ്മ. നമ്മൾ അടിക്കാൻ സമ്മതിക്കില്ല. നേരെ കൊടുക്കണ്ട. അത്രേ അതേ ബോളറിഞ്ഞാൽ ഇന്നലെ കിട്ടും. എറിഞ്ഞാ ഒന്നുമില്ല. 68. അമ്പയർ വഴി നിൽക്കുന്നു, മാറി. മതി മതി, ഒരെണ്ണം മതി. നല്ല സ്പീഡുള്ളതാണെങ്കിൽ വേട് ക്യാച്ച്. അത്രേ ഉള്ളു. സിംഗിൾ. ബോളിംഗ്, ഗുഡ് ബോളിംഗ്. ഫീൽഡ് വന്നപ്പോൾ സ്ട്രൈറ്റ് അടിച്ചാൽ മതി. ഒരു ഓവർ 10 ജയിക്കാം. ഓ, വെൽ ട്രൈഡ്. അളിയ പോസ്റ്റ് നോക്കിക്കോണേ, പോസ്റ്റ്. ഓ, ആരൊക്കെ മറിഞ്ഞു നിന്നെ കണ്ടറിയാം, എഡിറ്റ് ചെയ്യുമ്പോൾ. പോട്ടെ സിംഗിൾ. ഡാൻസ് കളിക്കണ്ടേ? ഫൈനൽസ് നമ്മൾ ജയിച്ചേ. കണ്ട് ചുമ്മാ കണ്ട്രാക്ട് മാത്രം. സാർ എങ്ങനെ ഉണ്ടായിരുന്നു?
നല്ല സൂപ്പർ കളിയായിരുന്നു. ഞങ്ങൾ ജയിച്ചതിൽ ഭയങ്കര സന്തോഷം. അതെനിക്ക് നമ്മുടെ ടീമിന്റെ വരണിന്റെ അതിമനോഹരമായ പ്രകടനങ്ങൾ ഇവിടെ കാണാൻ പറ്റി. ഡൈവിംഗ് കാശ് അങ്ങനെയാണെങ്കിൽ ഞാനും ഉണ്ട്. നമ്മുടെ ടീമിന്റെ അതിവിദഗ്ധമായ കരങ്ങളിൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് ജയിച്ചു. രോഹിത്തിന് നെപ്പോട്ടിസം അവസാനം രോഹിതേ വരുള്ളൂ. ടീമിനെ അതിദയനീയമായി തോൽപ്പിച്ചതായിരിക്കുന്നു. ഫൈനൽ നമ്മളെ 10 വിക്കറ്റ് ജയിച്ചു. ഫൈനലായിട്ട് അവൻ ആ ക്യാപ്റ്റന്റെ ഫസ്റ്റ് ഓവറിൽ 18 റൺ അടിച്ച് അപ്പോഴേ കളി നമ്മൾ ജയിച്ച്. 1 വിക്കറ്റ് നഷ്ടപ്പെടാതെ നമ്മൾ ഫൈനൽ ജയിച്ചു. ആദ്യത്തെ പിന്നെ ലീഗ് മാച്ച് അവർ ജയിച്ചു. രോദനങ്ങൾ ആ പന്ത് എറിഞ്ഞു കൊടുക്കും. നീയൊക്കെ കൊണ്ട് അടിയടാ എന്നിട്ടും 18 റൺ എടുത്തോളൂ. കുറച്ച് ഇഞ്ചുറി പറ്റിപ്പോയി. അതിമനോഹരമായ പ്രകടനങ്ങൾ നടുവെടുക്കാതെ അത് ഉരുട്ടിയിട്. ഫൈനൽ കളിച്ചത് നമ്മുടെ യോഗം. അടിയടാ അടിയടാ. തുഫ അടിയടാ. കിട്ടിയടാ കിട്ടിയടാ അടിയടാ. ഓ ജസ്റ്റ് മിസ്. അയ്യോ സൂപ്പർ സൂപ്പർ. അയ്യോ പണി കിട്ടി. നീ ഫ്രീ ആണെന്ന് അറിയുന്നില്ല. സൂപ്പർടാ സൂപ്പർ സൂപ്പർ. ഓഫ് സൈഡ് ഓഫ് സൈഡ്. ഹാൻഡ് പൊട്ടൻ. കറക്റ്റ് ഗോള് കയറണ്ട. ചെറിയ പോസ്റ്റ് അല്ലേ? അടിയടാ ആരെങ്കിലും അടിയടാ. അതല്ല ഗോളിക്ക് ഹാൻഡ് ഉണ്ടോന്ന് ചോദിച്ചേ. ഗോളിക്ക് ഹാൻഡ് ഉണ്ടോ? ഗോളിയല്ല അവനാ ഹാൻഡ്. അടിയടാ പോളെ. നെഞ്ചത്തോലെ കൊള്ളുമെന്നോ.
താത്തി അടിച്ചത് പഠിപ്പിച്ച സാറാണ് അമ്മ സൂപ്പറാടാ ഗാന്ധി സൂപ്പർ ഡയറക്റ്റ് അടിക്കാം അവിടെ. അയ്യോ ആരുമില്ല. അങ്ങനെ ക്രിക്കറ്റ് കളിച്ചു. ക്രിക്കറ്റ് കളിക്കാൻ വന്നിട്ട് ഫുട്ബോളും കളിച്ചു. പക്ഷെ ഒരു അടിപൊളി ദിവസമായിരുന്നു അല്ലേ? ഞങ്ങൾ മെയിൻ 2-3 ഐറ്റം ടിക്കറ്റ് കഴിഞ്ഞു. നമ്മുടെ ആ സ്കൂൾ ടൈമിലുള്ള ആ ഒരു കളിയെല്ലാം റീക്രിയേറ്റ് ചെയ്തു. ഇനി ചെന്നിട്ട് വേണം ഇടിയപ്പവും മുട്ട റോസ്റ്റും കാപ്പി. യെസ്. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ആ കോട്ടേജിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അയ്യോ അടുത്ത പരിപാടി. അയ്യോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അയ്യോ എനിക്കൊരിക്കലും എക്വിലിബ്രിയം തെറ്റാറില്ല. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കളഞ്ഞുപോയ പഴയ വാശിയും വൈരാഗ്യവും കുത്തിത്തിരിപ്പും ചതികളും വീണ്ടും ഞങ്ങൾ തിരിച്ചെത്തി. ഓരോ റണ്ണിന് വേണ്ടി തല്ലി പിടിക്കുന്ന അരുൺ ശങ്കറിനെയും കള്ള വൈഡ് വിളിക്കുന്ന കാന്തിയെയും മനസ്സിൽ കണക്കുകൂട്ടി സ്കോറുകൾ ഷോട്ടുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അരവിന്ദിനെയും തിരിച്ചു കിട്ടി. ആ മടൽ ബാറ്റ് കാലത്തേക്ക് അരവിന്ദിനെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള സുജിത് സാറിന്റെ ഗോൾ കീപ്പിങ്ങും അവസാനം പൊളിച്ചു കളഞ്ഞില്ലേ, ഹാൻഡ് പോലും വേണ്ടി വന്നില്ല. മോനെ ചായ കടിക്കുന്ന രോഹിത്തെ ആ 10ന്റെ ബീക്കർ നമ്മള് മേളില് കൈവച്ചാ അടയ്ക്കുന്നത്. അത് ഈ 1 ml പിപ്പറ്റൊക്കെ ഉണ്ടെങ്കിൽ 1 ml നമ്മള് ഗ്ലാസും കയ്യിൽ അടയ്ക്കാറുണ്ട്. അല്ല ചെറിയ ട്യൂബടാ, മനസ്സിലായി. നമ്മള് മറ്റേ വലിച്ചെടുത്തിട്ട് വിരൽ വെച്ചിങ്ങനെ മേളിലൊരു റിങ് ഉണ്ടാവും. അതുവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 ml കാണിച്ചപ്പോഴേ പൊറോട്ട ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ ചിരിയും വരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും കോട്ടേജ് എത്തിയില്ല. അതിന് മുമ്പേ നമ്മൾ ഈ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അവിടെ ഇപ്പോൾ ഈ നല്ലൊരു ക്ലിഫൊക്കെ കാണാം. അപ്പോൾ അത് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ വണ്ടി ഒന്ന് ഇവിടെ നിർത്താൻ പറഞ്ഞു. ഹലോ സാർ, ഇത് 2 മിനിറ്റ് ആയതേ ഉള്ളൂ. നമ്മൾ വെറുതെ ഒന്ന് നിർത്തിയത്, കുറച്ച് കാറ്റുള്ള നല്ല സ്ഥലം. ആ അങ്ങോട്ട് പോ. മണ്ട എൻ്റെ ഫോണിൽ ഞാടാ. ഞങ്ങൾ നേരെ വഴിയാണ് വന്നത്. എല്ലാരും വഴിതെറ്റി സാർ കഴിച്ചു കഴിഞ്ഞാ? അതും പോയി. പിന്നെ എല്ലാം യാന്ത്രികമാണ്.
ഇല്ല 6 ചേട്ടാ 6 ആയിക്കോട്ടോ മാഷ് ഞങ്ങളവിടെയൊക്കെ മരത്തിന്ന് മുട്ട ഓൺലൈനിൽ നിനക്കാ എനിക്ക് വേണ്ട, ഞാൻ ഇന്നലെ കഴിച്ചതാണ്, എനിക്ക് കഴിക്കില്ല. ആഴ്ചയിൽ ഒരിക്കൽ അത്ര അവന് കച്ചവടം ബൈ. ഇപ്പം ചേട്ടാ ഇന്നത്തെ ഹൈലൈറ്റ് കാന്തി സാറിനെ റണ്ണൗട്ട് ആക്കിയത്. ഇപ്പൊ കൊടുക്കാൻ പറ്റിയ സമയമാണ്. അടുത്തിരിപ്പുണ്ട് അവിടെ എന്റെ സൺഡേ സൈഡ്. അതുവരെ ഔട്ടാക്കാൻ തൊട്ട് മുന്നേ വരെ ചാടി ഇപ്പുറത്തോട്ട് ഗാന്ധി വയ്യ അങ്ങോട്ട് നീങ്ങിയിട്ട് സാറാണ് ഔട്ട്. അതുവരെ ലൈനിലായിരുന്നു. സ്റ്റംപ് ഗാന്ധി വൈ ഇങ്ങോട്ട് സൺഡേ സൈഡ് പറഞ്ഞിരിക്കുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന എല്ലാവരും റെഡിയായിട്ട് C5 എത്തുക. ആ അവിടെയാണോ ഫോട്ടോഗ്രാഫി? ആ അതെ. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ഓഫായി. ഇല്ലല്ലേ, നീ പറ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിരുന്നു. സാധാരണ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിൽ അത്ര മികച്ചതാവാറില്ല. എന്നാൽ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വളരെ മികച്ച. സെർവ് ചെയ്യാൻ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നല്ലേ? 13 പേരുണ്ടായിരുന്നത് കൊണ്ട് ഉള്ള ഒരു അവർ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതല്ല, അത് അപ്പം പോയിട്ട് ഹോട്ടായിട്ട് സെർവ് ചെയ്യായിരുന്നു. അതുകൊണ്ട് എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്, നന്നായി സാറ്റിസ്ഫൈഡ്. നമ്മൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന്. അപ്പോൾ അതിനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ കുർത്ത ആൻഡ് മുണ്ട്, അതാണ് ഡ്രസ് കോഡ്. അത് പ്ലാൻ ചെയ്താണ് നമ്മളെല്ലാം ചെയ്യുന്നത്. കാന്തി റെഡിയാണോ? അത് ബ്ലാക്ക് ആണോ ബ്ലൂ അല്ലേ? സത്യം പറ. ആ, എനിക്കിവിടെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഞാൻ അത് കണ്ടുപിടിച്ച്. ആ കുഴപ്പമില്ല, ഫോട്ടോയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. കാന്തി ഒരു ആയുർവേദ ഡോക്ടറാണ്. ശ്രീകാന്ത് എന്നാണ് പേര്. നമ്മളതിനെ കാന്തി എന്ന് വിളിക്കും, പക്ഷേ ഒരു ആയുർവേദ ഡോക്ടറാണ്. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നല്ലേ? ഞാൻ ഗവൺമെന്റ് സർവീസിലാണ്, ആലപ്പുഴ വർക്ക് ചെയ്യാണ്. ചേർത്തല ചെങ്ങന്നൂർ, സോറി. മെഡിക്കൽ കോളേജ് അല്ലേ? ആയുർവേദ മെഡിക്കൽ കോളേജ്, ആയുർവേദ ഹെൽത്ത് സെന്റർ. യെസ്. ഉഴിച്ചിൽ പിഴിച്ചിൽ അതൊന്നുമില്ല. ഇല്ല. അതൊക്കെ എൻ്റെ ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലുണ്ട്. നിങ്ങളെല്ലാവരും വന്ന് ചികിത്സിക്കണം, എന്നെ റിച്ചാക്കണം. എൻ്റെ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞ വട്ടിയൂർക്കാവ് കൃഷ്ണപിള്ള മെമ്മോറിയൽ ആയുർവേദ ഹോസ്പിറ്റൽ. എടാ എൻ്റെ ഇന്റർവ്യൂ എടുക്കണം. ചുമ്മാ തക്കു കുളിക്കാൻ ഇറങ്ങിയില്ലേ? അവരുടെ അടുത്ത് ഇറങ്ങി വരാൻ പറ. ഇവ ഇത്ര നേരം എന്തോ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു? പിടിച്ചാലോ? അത് പിടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അത് താങ്ങാനുള്ള മെമ്മറി എൻ്റെ ക്യാമറയിൽ ഇല്ല. ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഇപ്പോഴും നിങ്ങൾ നമ്മളെ ഓർക്കുന്നു. നമ്മളുടെ ആ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു. അത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സുഖമാണ്. അല്ല, അതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളായിട്ട് ഗെറ്റ് ടുഗദർ വെച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മളെയും കൂടെ വേണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളെ മനസ്സിൽ വന്നത് തന്നെ നമുക്ക് കിട്ടിയ ദൈവത്തിന്റെ ഒരു ശരിക്കും ഒരു സുഹൃതമായിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇനിയും നമ്മളൊക്കെ ഇനിയിപ്പോൾ എനിക്കൊക്കെ 50 വയസ്സ് കഴിഞ്ഞു. നമ്മളൊക്കെ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്നൊന്നും അറിയാൻ പറ്റൂല. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് നിങ്ങളെ പിള്ളേരെ കിട്ടിയതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യം, സൗഭാഗ്യം. ഞാൻ പറഞ്ഞ ഞാൻ സാലറി കണ്ടെന്നല്ല ഭാരതീയ വിദ്യാലയത്തിൽ, പക്ഷേ അതിനപ്പുറം ആ ഒരു സ്നേഹം പല ബാച്ചുകളിലും. ചിലപ്പോൾ ഞാൻ ഇമോഷണൽ ആയിപ്പോ. താങ്ക് യു. റിയലി അല്ല, യഥാർത്ഥത്തില് ഇപ്പൊ ഓണമാണ് കേട്ടോ. ഓണമാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് അത്യാവശ്യമുണ്ട്. രോഗിത്ത് വിളിച്ചപ്പോഴേ ഞാൻ നിങ്ങളുടെ ചേരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ എന്ന് തന്നെ പറഞ്ഞു. കാരണം യഥാർത്ഥത്തിൽ ഞാൻ തിരുവോണത്തിന് നാട്ടിൽ പോകുന്നത്, എല്ലാ തിരുവോണത്തിനും അല്ല ഉത്തരാടത്തിന് നാട്ടിൽ പോകുന്നു. അപ്പം ഇന്ന് വൈകിട്ടേ പോകുന്നു. കാരണം നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഇത്തരത്തിലുള്ള അവസരങ്ങൾ അത് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. കാരണം നമ്മളെല്ലാം ഒരു ഫ്രെയിം വർക്കാണ് എല്ലാ ദിവസവും. രാവിലെ പോകുന്നു, പഠിപ്പിക്കുന്നു. സ്കൂളിൽ നമ്മൾ പല ബാച്ചുകളെ ഇങ്ങനെ കണ്ടുവരുന്നു. അതൊന്നും അല്ല, അതിലപ്പുറം എന്ന് പറയുന്നത് ഈ കുട്ടികളെ അംഗീകാരം കിട്ടുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. ഓർമ്മ വരികയും അതെ അതെ, വിജയമാണ്. ക്ലാസ് ഇരുന്ന കാര്യങ്ങൾ ഇപ്പോഴും നുണഞ്ഞിറക്കുകയും
നെപ്പോട്ടിസം വീണ്ടും സാർ അന്ന് കൊടുത്ത നിങ്ങൾ അന്ന് കൊടുത്ത ഒരു അവാർഡിന്റെ പേരിലാണ് ഇപ്പോഴും. അല്ല ഞാനേ എനിക്കൊരു എന്റെ ഒരു റൈറ്റപ്പ് ഉണ്ട്, അതെന്തായാലും ഞാൻ ചെയ്യും ഫേസ്ബുക്കിൽ. സാർ പിന്നെ വേറൊരു കാര്യം, ആരാധികമാരും ആരാധകന്മാരും അതിലുപരിയായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ നീ ഇടയ്ക്ക് പോകാൻ നോക്കി, അത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളവര് പോകാനൊക്കെ അവൻ പറയാം അങ്ങനെ. അല്ല ഇതില് ശരിക്കും നമ്മളെ നിങ്ങൾ അതിനെക്കാട്ടി ഞങ്ങൾക്ക് ഏറ്റവും ഭയങ്കര ഇതെന്നുള്ളത് എല്ലാവരും വെൽ സെറ്റിൽഡായി നല്ല നല്ല ഹൈറ്റ്സിലാണ്. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ഒരു കുട്ടി അവർ മാക്സിമം എത്തണതാണ് ഏറ്റവും ഒരു സാറിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷവും അംഗീകാരവും. നമ്മളെ പഠിപ്പിച്ച ഒരു കുട്ടി ഏറ്റവും നല്ല ഉന്നതിയിൽ നിൽക്കുമ്പോൾ നമുക്കേതൊരു സന്തോഷമാണ്. അതിനുള്ളത് വേറെ ഇപ്പൊ CA കാറുണ്ട്, രജിസ്റ്റർ ഓഫീസിലുണ്ട്, ജർമ്മനിയിലുണ്ട്, സയന്റിസ്റ്റ് ഉണ്ട്, IT ഫീൽഡിലുണ്ട്, നമ്മളെ എയിംസിലുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും നമ്മളെല്ലാം കോളേജിൽ പഠിച്ച പക്ഷേ നമുക്ക് ഡോക്ടേഴ്സ് ഉണ്ട്. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ഈ കൂട്ടായ്മ എന്ന് തുടരട്ടെ. അതെ അതെ, ഈ ഒരു ഇത് അടുത്ത വർഷം എല്ലാ വർഷവും നമ്മൾ IT ഫീൽഡിലൊക്കെ അല്ലേ എല്ലാ ചെറുക്കനല്ലേ. പക്ഷേ ഞാൻ ആദ്യമൊക്കെ ഇവനെ നമ്മൾ ആദ്യ സ്കൂൾ ഡേയ്സിലൊക്കെ ഞാൻ ഓർക്കണം എന്ന് പറയണത് ഇങ്ങനെ ഓരോ പൊക്കോ കുറഞ്ഞതല്ലേ, ഗുണ്ടുമണി 10 പെമ്പിളോടെ. പക്ഷേ നിന്റെ ആ ഒരു വൈബ് എന്ന് പറയുന്നത് ഇന്നലെ തന്നെ ഞാൻ കണ്ടെന്ന് പറയുന്നത് ആ ഒരു എനർജി കീപ്പ് ചെയ്യണം ത്രൂ ഔട്ട് ദ ലൈഫിൽ. ഞാനൊക്കെ അങ്ങനെയാണ്. പല ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഇത്രയും ഏജ് നിങ്ങൾ ഡിഫറൻസ് ഉണ്ടെങ്കിലും നമുക്ക് ആ നിങ്ങളുടെ കൂടാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയതല്ലേ. താങ്ക് യു ഡിയർ. താങ്ക് യു സർ. നമുക്കൊരു ഭയങ്കര വേറെ താങ്ക് യു സർ. താങ്ക് യു ബാങ്ക് മാനേജർ. താങ്ക് യു സർ. തീർച്ചയായും അവൻ പറയാൻ നോക്കി അവനെ നീ പറയുന്ന പോലെ ആവില്ല. ഒരുപാട് ഇറങ്ങിയായി. താങ്ക് യു സർ. എന്ത് പറയാൻ സർ, വല്ലാത്ത ഒരു രക്ഷയില്ലാത്ത ഫീലിംഗ് ആയിരുന്നു ഈ 2 ദിവസം അടിച്ചു പൊളിച്ചു. ഇത്രയും ദിവസമൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ മാറി നിൽക്കുന്നതന്നെ വളരെയധികം എൻജോയ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല, നമ്മളിനി അടുത്ത ഗെറ്റ് ടുഗദർ വരെ ഓർമ്മിക്കാൻ കുറേ ഓർമ്മകൾ. അപ്പോഴാണ് ആലോചിച്ചപ്പോൾ ആക്ച്വലി നമ്മള് ക്ലാസ് വൈസ് അല്ലല്ലോ വന്നത്. അതെ എല്ലാവരും ഏകദേശം ആ ഒരു ബാച്ചും നമ്മളെ മ്യൂച്വൽ എന്ന് പറയാം, കോമൺ എന്ന് പറയുന്നത് ഫുട്ബോളാണ്. ആ അതെ, നമ്മൾ സ്റ്റേ ബാക്ക് ചെയ്ത് എല്ലാ ദിവസവും നമ്മൾ ആ സ്റ്റേ ബാക്ക് ചെയ്യാനാണ് നിൽക്കുന്നത്. എല്ലാവരുടെ കയ്യിലും ഒരു കവർ കാണും, ബൂട്ട്, അത് വെച്ച് സ്റ്റേ ബാക്ക് ചെയ്യും. അവിടെ ട്യൂഷന് പോകുമ്പോഴും നമ്മൾ പോളിടെക്നിക് ഗ്രൗണ്ടിൽ പല ഇപ്പം ഈ റിസോർട്ടിലെ ആംബിയൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ ആംബിയൻസ് കിട്ടിയിട്ടുള്ളത് നീ എടുക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് നോക്കി. ഏറ്റവും വലിയ ആംബിയൻസ് കിട്ടിയിട്ടുള്ളത് വൈകിട്ട് ഫുട്ബോൾ കളിച്ചിട്ട് അപ്പുറത്തെ കടയിലെ പഫ്സും സിപ്പപ്പും കുടിച്ചിട്ടുള്ളതാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ആംബിയൻസ്. രാജേഷിന്റെ കടയിൽ സാർ എന്തായാലും വളരെ സന്തോഷം സാർ. കാണാം പിന്നെ ഓക്കെ സാർ. വരണേ, പോട്ടോ. അവിടെ കാണാം. കാണാളിയാ. ഓക്കേ മുത്തേ ബൈ.
അരവിന്ദ് വരില്ലേ നിങ്ങളെല്ലാം കാലിട് ഞാൻ എന്റെ പകുതി കാലിവിടെ കിടക്കും പിന്നെ എടുക്കാൻ പറ്റില്ല. ഓക്കേടാ അപ്പം ബൈ കാന്തി. ശരി ശരി ബൈ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ലഞ്ചടി. എവിടെയെങ്കിലും നല്ലൊരിടത്ത് പോയി എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു നിന്നെ പുകഴ്ത്തി പറയാൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗെറ്റ് ടുഗദറിന്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് രോഹിത്തിനാണ്. ഈ ഫുൾ ഇവന്റ് പ്ലാൻ ചെയ്തത് ഇവൻ ഒറ്റ ഒരാളാണ്. നമ്മുടെ ജേഴ്സി ആയാലും നമ്മുടെ മഗ് ആയാലും ഗ്ലാസ് ആയാലും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത് രോഹിത്താണ്. ഇതിനു മുമ്പുള്ള പല ഇവന്റ്സും പ്ലാൻ ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യും. ഒരു പ്രോബ്ലംസോ ഒന്നുമില്ലായിരുന്നു. കോട്ടേജസ് ആയാലും ഇവൻ ആദ്യം പോയി താമസിച്ച് നോക്കി കൊള്ളാമെന്ന്, എന്നിട്ടാണ് നമുക്ക് അത് റെക്കമെൻഡ് ചെയ്ത് കൊള്ളാമെന്ന് പറഞ്ഞത്. അപ്പം അത്രയ്ക്ക് ഡെഡിക്കേഷനാണ്. അപ്പം പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ അതിന് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു നമ്മുടെ സ്കൂളിലെ. താഴെ സ്റ്റാർ ഇട്ടിട്ട് നെപ്പോട്ടിസം. അതെ അതെ, മെറിറ്റാണ്. അവന് ആ ഒരു കഴിവുണ്ട്, നമുക്കറിയില്ല. ഇത് ഓർഗനൈസ് ചെയ്യാനുള്ള അവൻ്റെ കഴിവ് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും വക അമ്മച്ചി ഇടയ്ക്ക് ഫ്ലോ അങ്ങ് പോയി. നമ്മുടെ എല്ലാവരുടെയും വക ഒരു ബിഗ് താങ്ക്സ് അളിയാ. ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു. ഇതിന്റെ എല്ലാ ബില്ലും അവനാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ വർക്കല ചിന്നി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് ലഞ്ച് കഴിക്കാനായിട്ട്. ഫുഡ് കൊള്ളായിരിക്കും അളിയാ എന്നാണ് പ്രതീക്ഷ. കഴിച്ചല്ലോ രാത്രി. ഇവിടെ നിന്ന് കഴിച്ചോ? ഇവിടെ നിന്നാണ് ഓർഡർ ചെയ്തത്. ആ റെസ്റ്റോറൻ്റ് ആണ് ഇത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ പണിയാണെന്ന് തോന്നുന്നു. നോക്കാം. ഞാൻ കഴിച്ചില്ല ഇന്നലെ. അയ്യോ അവൻ വിദഗ്ധമായി ഇവിടെ തന്നെ എത്തിച്ചു നമ്മളെ. ഡേ രോഹിത്തെ, ഇന്നലെ നമ്മൾ ഓർഡർ ചെയ്ത റെസ്റ്റോറൻ്റ് ആണ് ഇത്. ഫുഡ് അതല്ലല്ലോ. അവൻ പറഞ്ഞു അതാണെന്ന്. ഞാൻ പറഞ്ഞു അതാണെങ്കിൽ വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അയ്യോ ഞാൻ പറഞ്ഞു അതാണെങ്കിൽ വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അവൻ മറ്റേ പെപ്പർ എല്ലാം കൂടെ സ്വിഗ്ഗിയിലില്ലായിരുന്നു. ഇതാണ് ഇവിടുത്തെ മെനു. നോക്കാം. നല്ലൊരു ആംബിയൻസ് ഉണ്ട് അല്ലേ? ഇവിടെയാണോ? ഇവനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാവകാശം വഴി കണ്ടുപിടിച്ച് പോകും. നീ ടെൻഷൻ അടിക്കാതെ. ഫസ്റ്റ് പ്രയോറിറ്റി ഇവനെ ഇവിടെ ഇറക്കുന്നതാണ്. വർക്കല സ്റ്റേഷൻ, വർക്കല ശിവഗിരി ഇത് തന്നെയല്ലേ സ്റ്റേഷൻ? ഓക്കെ ബൈ. ചായക്കട അന്വേഷിച്ചതിനെ പറ്റി പറഞ്ഞോളൂ. വർക്കല തൊട്ട് ഞങ്ങൾ പറയാണ് ചായ കുടിക്കണം. കിളവി ഒറ്റ പ്ലാനിങ് കൊണ്ട് 1 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ചായക്കട കണ്ടുപിടിക്കാൻ പറ്റില്ല. ചായക്കട ഇല്ലാത്ത റൂട്ടിൽ കൂടെ കൊണ്ടുവന്നതാണ് എൻ്റെ. നമുക്കിത് വേണം. ഇപ്പോൾ രാജ്യത്തും ചെയ്യാൻ പോയി. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ചിപ്സ് വാങ്ങിക്കാൻ കടയിൽ നിൽക്കുന്ന കിളവി.